മോട്ടോ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോണ്ട ആക്ടിവ 125cc ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനത്തെക്കുറിച്ചാണ്. ഈ വാഹനത്തിൻ്റെ വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറവൂർ പെരുവാരം ജംഗ്ഷനിലുള്ള ആര്യഭംഗി ഹോണ്ടയാണ്. ഒരു ഹോണ്ടയുടെ ടൂ വീലർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആര്യഭംഗി ഹോണ്ട നോർത്ത് പറവൂർ ഷോറൂമിലെ സെയിൽസ് മാനേജറിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. വളരെ ബെറ്റർ സർവീസാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും അവിടുന്ന് അദ്ദേഹം ചെയ്തു തരുന്നതാണ്. അപ്പോൾ 2023 ഇറങ്ങിയ ഹോണ്ട ആക്ടിവ 125 മോഡലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നമ്മളുടെ മുമ്പിൽ കാണുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതിൻ്റെ വിൻഷീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വിൻഷീൽഡ് വരുന്നത്. ഹെഡ് ലൈറ്റ്സ് വരുന്നത് HID ഹെഡ് ലൈറ്റ്സ് ആണ്, വൈറ്റ് ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വളരെ വലിപ്പത്തിൽ നല്ല നീളത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കാണുന്നത്. അതെല്ലാം ഹാലജൻ ബൾബ്സ് ആണ്. അത് കൂടാതെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെയായിട്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് DRLs കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ബാറ്ററി കവറിൻ്റെ സൈഡിൽ ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ടൊരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു പീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്ന പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഹാർഡ് മെറ്റലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുകൂടാതെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അലോയ് വീൽസും നൽകിയിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫെൻഡർ വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഫെൻഡറിൻ്റെ അറ്റത്തായിട്ടൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലൊരു ഫൈബർ കോട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിന് ഏറ്റവും കൂടുതൽ മറ്റൊരു വാഹനമായിട്ട് മുട്ടുന്നൊരു സൈഡാണത്. അതുകൊണ്ട് പെയിൻ്റൊന്നും പോകാതെ നമ്മൾ സംരക്ഷിക്കുന്നതാണ്. പിന്നെ വാഹനത്തിന് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 12 ഇഞ്ചും ബാക്ക് ടയർ വരുന്നത് 10 ഇഞ്ചുമാണ്. നമ്മളുടെ സേഫ്റ്റിക്കായിട്ട് കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് ഹോണ്ട ആക്ടിവ 125 ബ്രേക്ക് സിസ്റ്റം നൽകുന്നത്. കൂടാതെ ഷോക്ക് അബ്സോർബറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റിഫ്ലക്റ്റേഴ്സും കാണിച്ചിട്ടുണ്ട്. ഹോണ്ട ആക്ടിവ 125 ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. കളറൊന്നും പെട്ടെന്ന് ഫെയ്ഡ് ആവത്തില്ല. അതുകൂടാതെ ഫ്രണ്ടിലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റോറേജ് ചെയ്യാവുന്ന ഒരു മാപ്പ് പോക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ സ്വിച്ചസ് എല്ലാം തന്നെയും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരുന്നത്. ഇതിൻ്റെ മീറ്റർ വരുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കോമ്പിനേഷനിലാണ്. അനലോഗ് പോർഷനിൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡാണ് കാണിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ പോർഷനിൽ വരുന്നത് ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടൈം എല്ലാം കാണിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ മോഡലിൽ നമുക്ക് സ്മാർട്ട് കീ അവൈലബിൾ ആണ്. പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള വാഹനങ്ങളെ പോലെ തന്നെ ഇതിനും സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവില്ല. അതിന് പകരം എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആക്സിലറേഷൻ റേസ് ചെയ്ത് കൊടുത്താൽ തന്നെ വാഹനം സ്റ്റാർട്ടാവുന്നതാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോണ്ട ആക്ടിവ 125 ഫുഡ് ബോർഡ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സൈസാണ്. വളരെ ഡീസൻ്റായിട്ട് ഒരു 6 അടിക്ക് മേളിൽ ഒക്കെ ഉള്ള ആൾ ഇരുന്നാൽ തന്നെ നമുക്ക് വളരെ നല്ലപോലെ ലെഗ് സ്പേസ് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ താഴെ ഭാഗം മെറ്റൽ ബോഡി ആകുമ്പോൾ മുകളിലെ ഭാഗം വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. പിന്നെ വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് വളരെ നീളമുള്ളതും വളരെ വൈഡും ആയിട്ടുള്ള ഒരു സീറ്റാണ് ഹോണ്ട ആക്ടിവ 125 ലേറ്റസ്റ്റ് മോഡൽ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ്, അതായത് സീറ്റ് തുറക്കാനും അടക്കാനുള്ളത് നമ്മുടെ ഫ്രണ്ട് സൈഡ് കീ ലോക്കിൽ നിന്നാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതുകൂടാതെ ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു BMW പോലെ ഹൈ ക്ലാസ് ബൈക്കുകളിൽ വരുന്ന സ്റ്റിച്ചിങ് ആണ്, വൈറ്റ് കളർ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. പാസഞ്ചറിന് നല്ല വലിപ്പമുള്ള ഒരു ഹെൽമെറ്റും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബാക്ക് പാക്ക് കാര്യങ്ങളൊക്കെ വെച്ചാൽ തന്നെയും കുറച്ചധികം സ്പേസ് ബാക്കി കാണുന്നുണ്ട്. അതുകൂടാതെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സൈഡ് ടൂൾ ബോക്സ് എല്ലാം വാഹനത്തിൽ നൽകുന്നുണ്ട്. കൂടാതെ വാഹനത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. അതായത് നമുക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് ഒരിക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും സീറ്റ് തുറന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്റ്റേണലി ഫ്യൂൽ ഫില്ലിംഗ് ആണ്. വാഹനത്തിൻ്റെ റിയർ ഗ്രാബ് റെയിൽ വരുന്നത് സിൽവർ, അതായത് ഗ്ലോസി സിൽവർ ഫിനിഷ് ഗ്രാബ് റെയിൽ വരുന്നത് ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സീറ്റിൻ്റെ താഴെ വരുന്ന പോർഷൻ നല്ല ക്രോം ഫിനിഷിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രീമിയം ലുക്ക് വരുന്ന ഹോണ്ട ആക്ടിവ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 125cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. ആക്ടിവ 125 പവർ ഔട്ട്പുട്ട് വരുന്നത് 8.52 bhp ആണ്. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 10.2 Nm ആണ് വാഹനത്തിൻ്റെ ടോർക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 55-നും 60-നും ഇടയിലും നല്ലൊരു മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് മിക്സിംഗ് ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ് ആക്ടിവ 125 നൽകുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹാലജൻ ബൾബ്സ് ആണ്. അതുകൊണ്ട് ബാക്കിൽ വരുന്ന യാത്രക്കാർക്ക് എത്ര ദൂരം നോക്കിയാലും അതിൻ്റെ ആ വെളിച്ചം നമുക്ക് കണ്ട് സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിൻ്റെ റിയർ മഡ് ഗാർഡ് വരുന്നത് ഹാർഡ് ഫൈബർ മെറ്റീരിയലിലാണ്. അത് കൂടാതെ ഒരു സ്ക്വയർ ടൈപ്പ് റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് വലത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രോം പ്ലേറ്റഡ് ആക്റ്റീവ 125 ബാഡ്ജിങ് വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. 124 cc ഫാൻ കൂൾഡ്, അതായത് എയർ കൂൾഡ് എഞ്ചിനാണ് വാഹനത്തിൻ്റേത്. വാഹനത്തിൻ്റെ സൈലൻസറിനോട് വളരെ സൈലൻ്റാണ്. അതുകൂടാതെ സൈലൻസറിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിലുള്ളൊരു ഗാർഡ് വാഹനം നൽകിയിട്ടുണ്ട്. സൈലൻസർ പൈപ്പിനും സെപ്പറേറ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട്. സൈഡ് സ്റ്റാർഡ് എഞ്ചിൻ കട്ട് ഓഫോട് കൂടി വരുന്ന ആക്റ്റീവ 125ൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 80,000 രൂപ തൊട്ടാണ്. 4 വേരിയൻസ് വാഹനത്തിന് അവൈലബിൾ ആണ്. ഇപ്പോൾ 2023 ഇറങ്ങിയ ആക്റ്റീവ 125ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് മോട്ടോർ ഇൻഫോടെക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. All right, bye bye.